റോസ് ഈശോയുടെ അടുക്കലേക്ക് ഓടിയെത്തുന്നു. അയാൾ ഒരു ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞാൽ നല്ല അറിവുള്ള ആളാണ്, നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്, സമൂഹത്തിൽ സ്ഥാനമുള്ള ഒരാളാണ്. പക്ഷേ അയാൾ എങ്ങനെയാണ് ശിശുവായി തീർന്നത്, ശിശുവിനെ പോലെ ആയി തീർന്നത്? അയാൾ ഈശോയുടെ അടുക്കൽ ഓടി വരുന്നു, താണു വണങ്ങുന്നു എന്ന് പറഞ്ഞാൽ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. ഈശോയുടെ മുമ്പിൽ കമന്നടിച്ച് കിടക്കാണ്. ആർക്കാണ് ഈശോയുടെ മുമ്പിൽ അങ്ങനെ കമന്നടിച്ച് കിടക്കാൻ കഴിയുന്നത്? അത്രയും മാത്രം താന്ന് ഈശോയുടെ മുമ്പിൽ. ഇയാൾ ഓർക്കണം, ഇയാൾ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്, ഇയാൾ അധികാരത്തിലിരിക്കുന്ന ആളാണ്. അധികാരി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഒരു ഭരണാധികാരി എന്നാണ് മത്തായി എഴുതുന്നത്. ലൂക്കായും മർക്കോസും സിനഗോഗ് അധികാരി ജയറോസ് എന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ ഭരണാധികാരി ഇയാൾ വന്ന് എന്താണ് പറയുന്നത്? പറയുന്ന കാര്യമാണ് തമാശ. എന്താണ് പറയുന്നത്? എന്റെ മകൾ കുറച്ചു മുമ്പ് മരിച്ചുപോയി, നീ വന്ന് അവളെ ഉയർപ്പിക്കണം. ജയറോസിന്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇടുന്നത് നല്ലതാണ്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു, അപ്പൊ തന്നെ നമ്മൾ വണ്ടി എടുത്ത് ഇവിടെ വന്ന് അവിലാപ്പള്ളിയിൽ വന്ന് ഈശോയുടെ കാൽക്കൽ വീണിട്ട് പറയാണ്, എന്റെ കൊച്ചു മരിച്ചുപോയി, കുറച്ചു നേരം ആയിട്ടുള്ളൂ, വേഗം വന്ന് ഉയർപ്പിക്കണം. ഈശോയെ, നീ വിചാരിച്ച എന്റെ കൊച്ചു ഉയർക്കും എന്ന് പറയാൻ തക്ക വിശ്വാസം ഉള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടാവോ? നമുക്കറിയാം മരിച്ചവർ മരിച്ചു, ഇനി ആരെ വിളിച്ചിട്ടും കാര്യമില്ല എന്ന ഒരു ചിന്താരീതിക്കപ്പുറം അവിടെയാണ് ജയറോസിന്റെ വിശ്വാസത്തിന്റെ ഗരിമ, മഹത്വം എന്ന് പറയുന്നത്. അയാൾ ഒരു ശിശുവിനെ പോലെ ആവുകയാണ്. എന്നിട്ട് അയാൾക്കൊരു ബോധ്യം, ഈശോ ദൈവമാണ്. ദൈവമാണെങ്കിൽ ഈ ദൈവത്തിന്, ഈശോ ആകുന്ന ദൈവപുത്രന് മരണത്തിന്റെ മേൽ അധികാരമുണ്ട്, ജീവന്റെ മേൽ അധികാരമുണ്ട്. ഈശോ വന്ന് പ്രാർത്ഥിച്ചാൽ, ഈശോ വന്ന് എന്റെ കൊച്ചിനെ ഒന്ന് തൊട്ടാൽ എന്റെ കൊച്ചു ഉയർത്തെഴുന്നേൽക്കും എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന വിശ്വാസമാണ് ശിശുക്കളുടെ വിശ്വാസം. ഇവരോട് പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, പ്രാർത്ഥിക്കാൻ നിൽക്കാൻ പാടില്ല. കാരണം പ്രാർത്ഥിക്കാൻ പറ്റിയൊരു രോഗമല്ല. ഈശോ എന്നെ സുഖപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ഈശോ ചോദിക്കും, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കും. അപ്പൊ അത് പറയാൻ പറ്റുന്ന രോഗമല്ലാത്തതുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഓടിക്കും. കാരണം രക്തസ്രാവക്കാരി സ്ത്രീയെ തൊട്ടാൽ തൊടുന്നവർ അശുദ്ധരാകും. പിന്നെ കുളിക്കാതെ ജയറോസിന്റെ വീട്ടിൽ പോകാൻ പറ്റില്ല, കുളിച്ചിട്ട് വേണം പിന്നെ പോകാൻ, സമയം കുറെ ആവും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവള് പുറകെ കൂടി വന്ന് തൊട്ടു, അവള് സുഖം പ്രാപിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, ഈ രക്തസ്രാവക്കാരി സ്ത്രീയും ഒരു ശിശുവിനെ പോലെ വിശ്വസിക്കുകയാണ്. അവന്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാ മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന വിശ്വാസമാണ് ഈശോ പറയുന്നത്, ശിശുവിനെ പോലെയുള്ള വിശ്വാസം.